Hello friends, welcome to 𝙑𝙑𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാനും അതുപോലെ അൺബോക്സിങ് ചെയ്യാനൊക്കെ പോകുന്ന ഒരു വാക്യൂം ക്ലീനർ ആണ്. അത് പക്ഷേ നമുക്കിത് കാറിൽ ഉപയോഗിക്കാം, വീട്ടിൽ ഉപയോഗിക്കാം, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അത് നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനർ ആണ്. വേണമെങ്കിൽ വയർലെസ് വാക്യൂം ക്ലീനർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2500 റേഞ്ചിൽ വരുന്നൊരു നല്ലൊരു വാക്യൂം ക്ലീനർ ആണ്, നല്ല പവറുള്ളൊരു വാക്യൂം ക്ലീനർ ആണ്. ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബോക്സ് വരുന്നത്. VOVOSO എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. നമുക്ക് 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് 2 accessories, 2 HEPA ഫിൽറ്റർ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് ബോക്സിൽ തന്നെ. അതുപോലെ ക്യാരി കേസ്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് 16 feet ലോങ് കോഡ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കോഡായിട്ട് ഉപയോഗിക്കാം, കോഡ്ലെസ് ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ റീച്ചബിൾ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ആണ്. കാറിലും ഹോമിലും ഉപയോഗിക്കാം. ഡ്യുവൽ ക്ലീനിങ്, ലോ നോയ്സ് ആണ്. 600 PS സ്ട്രോങ് സക്ഷൻ പവർ വരുന്നുണ്ട്. അതുപോലെ മൾട്ടിഫിൾ ഫിൽറ്റർ സിസ്റ്റം വരുന്നുണ്ട്. ഹൈ പെർഫോമൻസ് മോട്ടർ വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് 12 volt തന്നെയാണ്. നമുക്ക് ഇതിൽ അഡാപ്റ്റർ വരുന്നുണ്ട്. നമുക്ക് 2 year കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. നമുക്കിത് ആമസോണിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമൊക്കെ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാർ വാക്യൂം ക്ലീനർ വാങ്ങിക്കാനായിട്ട് നല്ലത് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കായിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് 2 യൂസിനും പറ്റുമല്ലോ. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ ട്രയൽ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ റൂമിലാണ്. എന്ന് വെച്ചാൽ നമുക്ക് റൂമിൽ ക്ലീൻ ചെയ്യാനും നമുക്കറിയായിരിക്കും. നമുക്ക് വയറുള്ളതും എവിടെയായാലും നമുക്ക് കുറച്ച് പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാനല്ല, നമുക്കത് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ വയർ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇത് വയർലെസ് ആയതുകൊണ്ടും റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കൊണ്ടുനടക്കാനും ഭയങ്കര ഈസിയാണ്. ചെറുതാണ്. അതേപോലെ നമുക്ക് ഏത് ചെറുതിലേക്കും വേണമെങ്കിൽ ചെറിയ സൈഡിലേക്കും വേണമെങ്കിൽ കൊണ്ടുപോകാം. നമ്മളൊരു മേശ നമ്മളിത് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൊടിപടലൊക്കെ ഇരിക്കുന്നുണ്ട്. വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് കാണിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സാണ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഡീറ്റെയിൽ ചെയ്ത് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെയും ഒരു സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് കാറ്റഗറിയിലത്തെ എല്ലാത്തിൻ്റെയും ഒരു ഹോം പേജ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ സൈഡ് സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് ഒരു സപ്പോർട്ടാണ് നിങ്ങൾ അതിൽ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് നോക്കിയാൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മളെല്ലാ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ. അപ്പോൾ നമ്മുടെ വോവോസോൻ്റെ നമ്മുടെ എന്താ പറയുക പ്രീമിയം കാർ വാക്യൂം ക്ലീനറിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ പടം ഓൾമോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഒരു ബുള്ളറ്റ് ഷേപ്പാണ്. റീചാർജബിൾ ടൈപ്പാണ്. ബാറ്ററി ബിൽഡ് വരുന്നതാണ്. അതുപോലെ വോവോസോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. 2 year വാറണ്ടിയാണ്. ഡിസ്കവർ ദ വേൾഡ് ഓഫ് ക്വാളിറ്റി. അതുപോലെ അതിൻ്റെ മോഡൽ നമ്പർ ആയിട്ടുള്ള A45 നമുക്ക് അപ്പർ സൈഡിൽ കാണാം. അതുപോലെ ടോപ്പിലായിട്ട് അതിൻ്റെ വേറൊരു കളർ വൈറ്റ് കളറിൻ്റെ ഇത് കിടം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ഡീറ്റെയിൽസൊക്കെ ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഒരു സ്ട്രൈറ്റ് ആയി വയ്ക്കാം. നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ പെർഫോമൻസ് മോട്ടർ, മൾട്ടി ഫിൽറ്റബിൾ സിസ്റ്റം, 8000 PA വരെ സ്ട്രോങ് സെക്ഷൻ, അതുപോലെ ലോ നോയ്സ്, കാർ ആൻഡ് ഹോം ഡ്യുവൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കാം, വെറ്റ് ആൻഡ് ഡ്രൈയിന് ഉപയോഗിക്കാം. 16 feet ലോങ് കോഡ് ഉണ്ട്. അക്സസറീസ് ആയിട്ട് നമുക്ക് 2 extra HEPA ഫിൽറ്റർ വരുന്നുണ്ട്. ഒരു ക്യാരി ബാഗ്, ബ്രഷ് നോസിൽ, ക്രിവൈസ് നോസിൽ, കേബിൾ, അതുപോലെ ലോങ് പൈപ്പ് ഹോസ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ്, ബ്രാൻഡ്, സക്ഷൻ പവർ, ഇൻപുട്ട് വോൾട്ടേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാറണ്ടി 1+1 2 year കൊടുത്തിട്ടുണ്ട്. അക്സസറീസിൻ്റെ പടവും നമുക്ക് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു അവരുടെ തന്നെ ഒരു ക്യാരി കേസിലാണ്. അപ്പോൾ ആ കേസ് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ക്വാളിറ്റി കേസാണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് ഓൾറെഡി നമ്മൾ സംഭവം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സീൽഡ് പാക്കേജ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ കേസ് വരുന്നത്. നല്ലൊരു കേസാട്ടോ, നല്ല ക്വാളിറ്റി കേസുണ്ട്. ഞാൻ എന്തായാലും ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് നമുക്ക് വരുന്നത്. നല്ലൊരു ബ്രാൻഡ്, നല്ലൊരു കുഷനൊക്കെ ഉള്ളൊരു കേസാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ പിടിക്കാനുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നോക്കാമല്ലോ. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് ഉള്ളിൽ വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ പറ്റുന്ന HEPA ഫിൽറ്ററൊക്കെ അങ്ങനെയൊരു യൂസർ മാനുവൽ 2-in-1 യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ വയ്ക്കാം. നമുക്ക് വേറെ ഒരു 2-3 കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കെന്താ ഇത് ഹാപ്പി വിത്ത് അവർ പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരൊരു റേറ്റിംഗ് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ട്. ഇതിലെന്താ ബാക്കിൽ നമുക്ക് അവരുടെ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കൊടുക്കാം. താങ്ക് യു ഫോർ യുവർ പർച്ചേസ് എന്നിട്ടൊരു 2 year എക്സ്റ്റൻഡഡ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞ സംഭവം ഒരു കാർഡ് തന്നിട്ടുണ്ട്. പിന്നൊരു എന്തൊരു കാർഡും കൂടി ഉണ്ട്. ഒരു ചാർജിങ് ഇൻസ്ട്രക്ഷൻ എന്നൊരു കാർഡ് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് ക്ലിയർ ആക്കാം. ഫോർ ചാർജിങ് പ്ലഗ് ദ ചാർജർ ഇൻ ടു ദ പവർ സോക്കറ്റ് ആൻഡ് അറ്റാച്ച് ദ കോഡ് ടു ദ വാക്യൂം ക്ലീനർ. Charging time is around 3 hours, so do not charge more than 3 hours because it could lead to the battery damage.
Do not use the vacuum cleaner while charging. If power cord is damaged or broken, immediately stop using it. It is recommended to allow the vacuum to cool down for 5 minutes before charging. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Do not use the vacuum continuously for more than 10 minutes continuously ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അതിന് ശേഷം അല്ല 10 മിനിറ്റിന് മുകളിൽ കേട്ടോ. പിന്നെ നമുക്കൊരു സെക്ഷൻ ആയിട്ടുള്ള ഒരു കേബിൾ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു വലിയൊരു അറ്റാച്ച്മെൻറ്റ് സെക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മെയിനായിട്ട് നമ്മുടെ ഒരു പവർ കോഡ് നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു പവർ കോഡ് വന്നിട്ടുണ്ട്. പിന്നെന്താ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു മറ്റേ ബ്രഷ് പിന്നെ 2 HEPA ഫിൽറ്റർ ഇതാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. അപ്പോൾ മെയിൻ ഡിവൈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റി ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ പറയാനുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. വോവോസോയുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് കാണാം ഒരു സ്വിച്ചിൻ്റെ അത് ആ ഭാഗം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് എന്തായാലും പൊട്ടിക്കാം. ഒരു സീൽ ഇതുപോലെ വെച്ചിരിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ പവർ ഓൺ സ്വിച്ചിൻ്റെയാണ് ഉള്ളത്. ഇത് സ്വിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഫുള്ള് എടുത്ത് കളയാം. പിന്നെ നമുക്ക് ഈ സൈഡിലാണ് നിങ്ങൾക്ക് കാണുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ HEPA ഫിൽറ്റർ വരുന്നത് ഈ സൈഡാണ്. അപ്പോൾ ഇവിടെയാണ് ഫുൾ ഡേർട്ടും കാര്യങ്ങളൊക്കെ പിടിക്കി വിടുക. അപ്പോൾ നമുക്കിതിങ്ങനെ ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലോക്കായി. അപ്പോൾ നമുക്കതിൽ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് ചാർജൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെയാണ് ഓണാക്കേണ്ടത്. ഇവിടെ സ്വിച്ച് ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് നേരത്തെ ഒരു ക്യാപ്പ് വെച്ച് അടച്ചേക്കുന്നുണ്ട്. നമുക്ക് ക്യാപ്പ് വേണമെങ്കിൽ അത് ആവശ്യമില്ലാണ്ട് അമരാണ്ടിരിക്കാനുള്ള ഒരു സംഭവമാണ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ കാണിച്ചു തരാം. അവിടേക്ക് ആകെ ഡേർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇവിടെ കാണിച്ചു തരാം ക്യാമറ. അപ്പോൾ നമുക്ക് ഇത് ഓണാക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഇത് ഓണാക്കി. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കൂടെ കേൾക്കുന്നുണ്ടായിരിക്കും. അത്യാവശ്യം ഡേർട്ട് നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫുൾ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ അത്യാവശ്യം ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഫുൾ ക്ലീൻ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ നമുക്കത് കഴിഞ്ഞ് കാറും ക്ലീൻ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ കാണണ്ടായിരിക്കും അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്ത് തന്നെ നിറച്ച് ഡേർട്ട് ഇവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് HEPA ഫിൽറ്റർ എക്സ്ട്രാ കിട്ടും. നമുക്കിത് കഴുകിയിട്ട് വേണമെങ്കിൽ ഉണക്കിയിട്ട് വേണ്ട നമുക്ക് 2 എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഒരേ ടൈമിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കുറേ പണിയുണ്ട്. നമുക്ക് ഫുൾ വീഡിയോ കാണിച്ചാൽ നല്ല ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും വീട്ടിലേക്കും നമുക്ക് കാറിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി യൂസിനുള്ള ഒരു വാക്യൂം ക്ലീനർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വാക്യൂം ക്ലീനർ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിക്കായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ടോ ശരിക്കും ഇത് തൂക്കി പിടിക്കുന്ന പോലെ പിടിക്കാനുള്ളൂ. വെയിറ്റും ഇല്ല. നല്ല ഈസിയായിട്ട് പിടിക്കാം കേട്ടോ. നല്ല ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇത് ഇവിടെയൊക്കെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ സുഖമായിട്ട്. സൗണ്ടും കുറവാണ്. സൗണ്ട് അത്ര കൂടുതലാണെന്ന് ഞാൻ പറയില്ല. സൗണ്ട് നല്ല കുറവ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മൈക്ക് കൊണ്ടിരിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് സൗണ്ട് എത്ര കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ മൈക്ക് കൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ. എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര സൗണ്ടൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.